ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഒരു ചെറിയ ചിന്ത പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിൻ്റെ ലോകത്തിലുള്ള മനുഷ്യൻ മുഴുവനും ഒരു വിജയത്തിലേക്ക് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. എല്ലാവരും ഒരു ജയജീവിതം അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ജയം ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യരാരും പരാജയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരുടെ ആഗ്രഹം വിജയത്തിലേക്കെന്ന് മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പലരെയും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ തൻ്റെ ജീവിതത്തെ അഭിമുഖീകരിച്ചപ്പോഴും തൻ്റെ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ തനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ പരാജിതനാകത്തില്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു വിജയം കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 276 പേരുമായി കടന്നുപോയ റോമിലേക്ക് പോയ കപ്പൽ, പലരും കപ്പലുടമയും കപ്പൽ മാലൂമിയും പറഞ്ഞു തകർന്നു പോവും, രക്ഷപ്പെടുകയില്ല എന്ന് തന്നോട് വാദിച്ചപ്പോൾ, തന്നോട് സംസാരിച്ചപ്പോഴും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിജയത്തിൻ്റെ ശബ്ദം താൻ കേൾക്കുവാൻ, എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അന്ത്യം അതിനകത്ത് വെച്ച് കുറിച്ചപ്പോഴും താൻ സേവിക്കുന്ന ദൈവത്തെ, താൻ അവിടേക്ക് നോക്കി ദൈവത്തെ സ്തുതിച്ചപ്പോഴും മഹത്വപ്പെടുത്തിയപ്പോഴും അർദ്ധരാത്രിയിൽ ദൈവം തമ്പുരാൻ തന്നോട് ഇടപെടുവാനിടയായി തീർന്നു. അങ്ങനെ പരാജയപ്പെട്ടല്ല ആ ദൈവദാസൻ മെലിഥയിലെത്തിയത്. വിജയ ശ്രീദാലിതനായിട്ടാണ് താൻ മെലിഥ എന്ന ദ്വീപിലെത്തുവാനിടയായി തീർന്നത്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33 പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്കൊരു മാതൃകയാണ്. പരാജിതനായ കർത്താവിനെയല്ല, ജയം പ്രാപിച്ച കർത്താവിനെയാണ് നാം കണ്ടിരിക്കുന്നത്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പാപത്തെ ജയിച്ചു, പാപത്തിൻ്റെ ശക്തികളെ ജയിച്ചു, പ്രകൃതി ശക്തികളെ ജയിച്ചു, എന്തിനേറെ പറയുന്നു, മരണത്തെ ജയിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെയാണ് നാം സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യനെല്ലാം പരാജയം പറഞ്ഞ് പരാജയത്തിൻ്റെ വലിയ കൂമ്പാരങ്ങളിലേക്ക് താഴ്ത്തപ്പെടുമ്പോൾ നമുക്ക് പറയാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. നമുക്ക് നൽകപ്പെട്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തെയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ആ ദൈവത്തെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. ആ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് നാം മുമ്പോട്ട് നീങ്ങുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. കാരണം നമ്മുടെ കർത്താവ് ജയിച്ച കർത്താവാണ്, സകലത്തെയും ജയിച്ചവനാണ്. ആ ജയിച്ച കർത്താവിനെയാണ് ഞാനും നിങ്ങളും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് പറയുമ്പോൾ നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിനകത്ത് കാണുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമെന്നല്ല എന്നുകൊണ്ട് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരായിത്തീരണം. എപ്പോഴും നാം ഒരു കാര്യം ചിന്തിക്കണം, ജയിക്കുന്നവനൊരു വർധനവുണ്ട്. ആ വർധനവ് ലോകത്തിനൊരു പക്ഷേ കാണുവാനോ ദർശിക്കുവാനോ കഴിയത്തില്ലെങ്കിലും ആത്മാവിൽ നാം കണ്ടുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജിതമാകത്തില്ല. നമ്മുടെ ജീവിതം ആനന്ദപൂർണ്ണമായി തീരുവാനിടയെത്തീരും, ആനന്ദപൂർണ്ണമായി തീരുവാനിടയെത്തീരും. ആ ഒരു ആനന്ദപൂർണ്ണമായ ജീവിതം നാം പ്രാപിക്കണമെങ്കിൽ ജയകരമായിരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന് നാം ഉടമയായിത്തീരണം. ഇന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ, പലരും എന്നെ കേൾക്കുന്നവർ തകർന്നുപോയി, ക്ഷീണിച്ചുപോയി, ഇനി മുൻപോട്ടൊരു രക്ഷയില്ല, കഷ്ടത കൊണ്ട് ജീവിതം താറുമാറായ പലരും കാണുമായിരിക്കും. പക്ഷേ ജയകരമായിരിക്കുന്നൊരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി കർത്താവിനെ മുൻനിർത്തി ജീവിക്കുന്നൊരു ദൈവവേദനാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും ഒരു ജയജീവിതമുണ്ട്. ആ ജയജീവിതത്തിനായി മുൻപോട്ട് നമുക്ക് നീങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.